ട്രിവാൻഡ്രത്ത് 40 ലക്ഷത്തിനകത്ത് വീട് നോക്കുന്നവർക്ക് ഒരു ബെറ്റർ ഓപ്ഷനാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു പുതിയൊരു വീഡിയോ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീട് വരുന്നത് ട്രിവാൻഡ്രം പാപ്പനംകോട് നിൽക്കുക നമുക്ക് ഒരു 6 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ എത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. മലയത്താണ് ഈ ഒരു വീട് വരുന്നത്. നമ്മൾ ട്രിവാൻഡ്രം സിറ്റി എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 10 കിലോമീറ്റർ ട്രാവൽ ചെയ്താലും ഈ ഒരു ലൊക്കേഷനിൽ എത്താൻ പറ്റും. ഇവിടെ നമുക്ക് ഈ കാണുന്ന ഒരു ഒറ്റ നില വീടാണ്. അപ്പോൾ 3 ബെഡ്റൂമോട് കൂടിയ ഈ ഒരു ബ്യൂട്ടിഫുൾ വീടാണ് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ 3,900 സെൻറ്റിൽ 930 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് പണിയേൽപ്പിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ 2 ബെഡ്റൂം നമുക്ക് അറ്റാച്ച്ഡാണ് വരുന്നത്. ഇപ്പോൾ ഫ്രണ്ട് എലിവേഷൻ കണ്ടില്ല, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളൊരു എലിവേഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു സ്ലൈഡിങ് ആൻഡ് ഫോൾഡിങ് ഗേറ്റാണ് നമുക്കിവിടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. ഒരു കാർ സുഖമായിട്ട് നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു വീടിന് പൈപ്പും കൂടാതെ കിണറും നമുക്ക് അവൈലബിൾ ആണ്. ഈ നമുക്ക് ഫ്രണ്ടിൽ ഫുള്ളും തന്നെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് 2 വീലർ വയ്ക്കാനും അപ്പുറത്ത് നമുക്ക് കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള നല്ല സ്പേസ് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ നല്ല സ്പേസ് കിട്ടുന്നുണ്ട് കണ്ടോ. അപ്പോൾ അങ്ങനെയാണ് നമുക്കിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് സിറ്റ് ഔട്ട് കണ്ടോ, ഒരു വെറൈറ്റി ആയിട്ടാണ് ചെയ്തത്. ബാക്കിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് നമുക്ക് പുറകിലൊക്കെ യൂസ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് പുറകിലിവിടെ അലങ്കരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ട് ഡോർ കണ്ടോ, ഫുള്ളും തന്നെ പ്ലാവിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഡബിൾ ഡോറാണ് നമുക്ക് ഇത് വരുന്ന ഫ്രണ്ട് ഡോറ്. അപ്പോൾ ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. ഇപ്പോൾ വീടിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്നത് ഒരു ലിവിങ് ഏരിയയാണ്. 20x16 ഡയമെൻഷനിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്ക് വരുന്നത്. ടൈല് കണ്ടോ, ഈ ഒരു പാറ്റേണാണ് ടൈലിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ മുകളിൽ നമുക്ക് നോക്കിയാൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്, സ്പോട്ട് ലൈറ്റൊക്കെയാണ് നമുക്കിവിടെ മുകളിൽ സീലിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ വൈഡായിട്ടുള്ള ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് കണ്ടോ, നല്ല വിശാലമായിട്ടുള്ളൊരു TV യൂണിറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫുള്ളും തന്നെ ബോർഡ് വർക്കിലാണ് നമുക്ക് ഈ ഒരു TV യൂണിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു പാർട്ടീഷൻ പോലൊരു സംഭവം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡെക്കോറൈറ്റൊക്കെ നമുക്ക് വയ്ക്കാൻ പറ്റും. അതിൻ്റെ തൊട്ടിപ്പുറത്താണ് നമുക്കിവിടെ ഡൈനിങ് ഏരിയ വരുന്നത്. 10x8 ഡയമെൻഷനിലാണ് നമുക്ക് ഈ കാണുന്ന ഡൈനിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ മുകളിൽ സ്പോട്ട് ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ നമുക്കൊരു വാഷിംഗ് ഏരിയ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ. വാഷ് സ്പേസിന് ഇത് സ്റ്റോറേജ് സ്പേസ് ഇതാണ്. അപ്പോൾ പുറകിൽ PVC പാനലാണ് ഇതായി കൊടുത്തിട്ടുള്ളത്. തൊട്ടിപ്പുറത്ത് തന്നെ നമുക്കൊരു ഓപ്പൺ കിച്ചൺ ഈ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു പാർട്ടീഷൻ പോലെ സംഭവം ചെയ്തിട്ടുണ്ട്. പിന്നെ അകത്തോട്ട് വരുമ്പോൾ നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന ടൈല് തന്നെയാണ് നമുക്കിവിടെ കിച്ചണിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കിച്ചൺ ഫുള്ളും തന്നെ ബോർഡ് വർക്കിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ധാരാളം ക്യാബിൻസ് നമുക്കിവിടെ ഉണ്ട്. പിന്നെ ഇതാണ് നമുക്കിവിടുത്തെ സിങ്ക് വരുന്നത്. പിന്നെ നമുക്കിവിടെ മുകളിൽ ഫുള്ള് കണ്ടോ ഒരു വലിയൊരു ഗ്രാനൈറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ താഴെയും ധാരാളം കബോർഡ്സ് കണ്ടോ വരുന്നുണ്ട് സ്റ്റോറേജ് സ്പേസ് ആയിട്ട്. അപ്പം അങ്ങനെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടുത്തെ ഓരോ ബെഡ്റൂമും ആണ്. നമുക്ക് ഇതാണ് ഫസ്റ്റ് ഒരു ബെഡ്റൂം വരുന്നത്. 12x10 ഡയമെൻഷനിലാണ് നമുക്ക് ഇവിടുത്തെ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് PVC ഡോർ തന്നെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അകത്ത് നമുക്ക് നോക്കിയാൽ ഇതാണ് സ്പേസ് വരുന്നത്. നമ്മൾ ചുറ്റും ടൈല് നമുക്ക് ഈ ഒരു ടൈലാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു മിറർ, സിങ്ക് എല്ലാ സംഭവം വരുന്നുണ്ട്. ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ നമുക്ക് അടുത്തൊരു ബെഡ്റൂം ഈ ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ നേരത്തെ കണ്ട അതേ ഒരു സൈസ് തന്നെയാണ് ഇവിടെ വരുന്നത്. 12x10 ഡയമെൻഷനിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഇവിടെയും കണ്ട പുറകിൽ ഈ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് PVC ഡോർ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. തറയിൽ നിന്നുണ്ട് ഗ്രിപ്പ് ടൈല് തന്നെ ഇട്ടിട്ടുണ്ട്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിവിടെ ലാസ്റ്റ് ഒരു ബെഡ്റൂം വരുന്നത് നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയയുടെ സൈഡിലാണ്. ഇത് നമുക്ക് സെയിം 12x10 ഡയമെൻഷനിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിന് നമുക്ക് ബാത്റൂം അറ്റാച്ച്ഡ് അല്ല, നമുക്ക് 2 ബെഡ്റൂമിനാണ് ഇവിടെ ബാത്റൂം അറ്റാച്ച് ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന വീടിൻ്റെ ആസ്കിങ് പ്രൈസ് വരുന്നത് 39 ലക്ഷമാണ്. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് വാങ്ങിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും ബെറ്റർ ഒരു ഓപ്ഷനാണ് ഈ ഒരു വീട്. അപ്പോൾ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു 40 ലക്ഷത്തിനകത്തൊക്കെ വീട് വാങ്ങിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ നമ്പറിൽ വിളിച്ചോ. നിങ്ങൾക്ക് ഈ വീട് വന്ന് കാണാനും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു വീട് എടുക്കാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ വീട് വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങൾ ഹോം ലോണിനാണ് വീട് നോക്കുന്നതെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഹോം ലോൺ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആരെങ്കിലും വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ചും കൂടെ ഹൈ ആയിട്ടുള്ള വീടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിലും നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ ട്രിവാൻഡ്രത്ത് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള വീട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിലൊന്ന് വിളിച്ച് വന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീടിൻ്റെ വിശേഷങ്ങൾ അറിയാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കടന്നു വരാം. എല്ലാവർക്കും നന്ദി.